എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 5 BHK നല്ല പ്രീമിയം വില്ലയ്ക്കകത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട് നിങ്ങൾക്കുള്ളതാണ്. ഈ കാണുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. ഇവിടെ വരുന്ന വീടുകളെല്ലാം 1,25,00,000, 1,10,00,000, 1 കോടിയുടെയൊക്കെ വീടുകളാണ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള 95 ലക്ഷം രൂപയുടെ ഒരു വീടാണ്. ഈ കാണുന്ന 1,20,00,000 വീടെല്ലാം നമുക്ക് സോൾഡ് ആയാണ്. ഇനി നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പണി തീർന്ന ഈ ഒരു വീട് മാത്രമേ നമുക്കിവിടെ കൊടുക്കാനുള്ളൂ. ഫ്രണ്ടേജിൽ 5 മീറ്റർ ടാറിംഗ് റോഡ് വരുന്നതിന് 2 കാർ വരെ സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയുള്ള എല്ലാ വീടും സോൾഡ് ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസമുണ്ട്. ഈ കാണുന്ന വീട് 4.5 സെൻറ്റിൽ 2,100 സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ച വീടാണ്. ഇവിടെ നമുക്ക് 5 ബെഡ്റൂമാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വടക്ക് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ്. 3 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് വുഡ് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നമുക്കൊരു കാർ പോർച്ച് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു കാർ ഇടാൻ പറ്റും. അങ്ങനെ മൊത്തം നമുക്കിവിടെ 2 കാർ ഇടാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കിൻ്റെ മോഡൽ വരുന്ന നമുക്ക് നാച്ചുറൽ സ്റ്റോണാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആർട്ടിക്കൽ ഗ്രാപ്സും വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വില്ലയിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വരും നമുക്ക് 150 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പാല്, പച്ചക്കറി, ഫിഷ്, വെജിറ്റബിൾസ് എല്ലാം തന്നെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് ഊബർ ടാക്സി ആയിരുന്നാലും അതുപോലെ സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം തന്നെ ഇവിടെ വരുന്നതാണ്. നമുക്ക് ഈ വീട്ടിൽ നിന്നും തിരുമല വരെ പോകാൻ 3 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 14 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 8 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് CCTVയുടെ പോയിൻ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമുക്കിതൊരു സൈലൻ്റ് ഏരിയക്കകത്താണ് നമുക്ക് വീടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റി തന്ന എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി വീടുകളാണ്. അത്യാവശ്യം എല്ലാം നല്ല ജോലിയുള്ള ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഏകദേശം 40 വീടിൻ്റെ അകത്ത് നമുക്ക് വരുന്നതാണ്. ഫ്രണ്ട് ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് തേക്കിലാണ്, മാറ്റ് പോളിഷൻ ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ ലോക്ക് സിസ്റ്റം വന്നിട്ട് നമുക്ക് ഗോദ്രേജിൻ്റെ ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ ഫിംഗർ പ്രിൻ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ഫേസാണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. ഇതിൽ നമുക്ക് എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. എല്ലാ വിൻഡോസിലും നമുക്ക് കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് അത്യാവശ്യം വലിയൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, മൊത്തം നമുക്ക് 5 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ലിവിങ് ഏരിയയിൽ അടുത്ത് നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ പാർട്ടീഷൻ, നമുക്ക് കബോർഡ് വർക്കിൽ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ്സിൽ അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഓപ്പൺ സ്പേസുകളിലെല്ലാം തന്നെ കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട്. ഈ ഓപ്പൺ സ്പേസിൽ നമുക്ക് ജിയോ പൈപ്പിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് മുകളിൽ നമുക്ക് പോളികാർബണിൻ്റെ ഷീറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചൺ, വലിയൊരു കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹൗസ് സൈഡ് നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അകത്തും ചെറിയ പെയിൻറ്റിങ് വർക്ക് വരുന്നതിന് നമുക്ക് ഫുൾ ക്ലീനിങ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് വീട് കൊടുക്കാൻ പോകുന്നത്. കിച്ചണിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. കബോർഡ് വർക്ക് ഫുള്ള് ചെയ്യുന്ന അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട്. ബാക്ക് സൈഡിലാണ് നമുക്ക് കിണർ. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. ബാക്ക് സൈഡിൽ വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് നാച്ചുറൽ ഗാർഡനാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് മാറ്റി കൊടുക്കുന്നതാണ്. ബാക്കിൽ 2 ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടിയുള്ള ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ടാണ് കിണർ വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ചെയ്തെടുക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. 2 12x12 ബെഡ്റൂമാണ് 2 വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കളർ ആയിരുന്നത് ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 5 ബെഡ്റൂമിലും AC പോയിന്റും 4 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. കബോർഡിലേക്ക് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂമും, വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം 12x12 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ്, 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇവിടെയും വിൻഡോസിലെല്ലാം തന്നെ നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ് വരുന്നത്. ഇത് നമുക്ക് വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഡോർ എന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഹാളിൽ നിന്നും വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് വരുന്നത്. സ്റ്റെയർ ഫുള്ളും നമുക്ക് ഗ്രാനൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിടിയിൽ നമുക്ക് വുഡാണ്. ഇത് നമ്മുടെ മാറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇരുമ്പാണ്, ജിയോ പൈപ്പാണ്. ഇത് നമുക്ക് മാറ്റ് ബ്ലാക്ക് പെയിന്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ വിൻഡോ വരുന്നുണ്ട്. ഇത് ഫുള്ളും നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വലിയൊരു കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിൽ നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു ഹാളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പ്ലഗ് പോയിന്റുകളുണ്ട്. നമുക്ക് ഈ കമ്പ്യൂട്ടർ സ്റ്റാൻഡോ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലഗ് പോയിന്റുകളും ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 18x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് ചെറിയൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ വിൻഡോ വരുന്നുണ്ട്. ഇത് ഫുൾ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വില്ലയുടെ വ്യൂ. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് വലിയ രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡിന്റെ മേളിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വിൻഡോസിലെല്ലാം കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. വലിയ വാഷ്റൂമാണ്. നമ്മുടെ മൊത്തം 5 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ നമ്മൾ 4 ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 4 വാഷ്റൂമും വലിയ വാഷ്റൂമാണ്. ഒരു ബെഡ്റൂം നമുക്ക് സ്റ്റഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അതിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നില്ല. അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ സൈസും 12x12 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയിൽ വലിയ കബോർഡ് വർക്ക്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിൽ കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് വരുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മൾ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് 5ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12x12 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇത് നമുക്ക് സ്റ്റഡിങ് റൂമോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമായിട്ട് എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഹാളിൽ നിന്നും ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ്. ടെറസിലോട്ട് പോകുന്ന അടുത്ത് തന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. ടെറസിൽ നമുക്ക് ടാങ്ക് വരുന്നുണ്ട്. ഒരു വലിയ ടാങ്ക് വരുന്നുണ്ട്. അഡീഷണൽ ടാങ്ക് ചെയ്യാനെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടെറസിൽ മൊത്തമായിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള മിക്ക വീട്ടിലും ആൾതാമസമായ മിക്ക വീട്ടിലും നമുക്കിവിടെ റൂഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സന്ധ്യയ്ക്കൊക്കെ നല്ല വ്യൂ, നല്ലൊരു സൈലൻറ്റ് ഏരിയക്കകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഒരു അത്യാവശ്യം വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി വില്ലാസാണ് നമുക്കിവിടെ കൊടുക്കാനുണ്ടായിരുന്നത്. അതിലുള്ള 90% വീടും സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിലുള്ള ആൾ താമസവും ഉണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരിയാവിലാണ് വീട് വരുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് വരുന്ന വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 4.5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. മുറ്റത്ത് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വടക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. ഈ വീട് കാണാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടാൻ വരെ എല്ലാവർക്കും ബൈ.